എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് കിടന്ന് കാറല്ലേ, താറാക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ മാതിരി. സയൻസും കണക്കും മാത്രം മതിയോ? കുട്ടികൾക്ക് ഇത്തിരി സംഗീതമൊക്കെ വേണ്ടേ? പിന്നെ സംഗീതം പഠിച്ചിട്ട് പിള്ളേർ മുഴുവൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗത്തിലാകാൻ പോവല്ലേ? ചെമ്പയും വൈദ്യനൊക്കെ അവിടെ നിക്കട്ടെ. ആ പാവം കുട്ടിക്ക് ഒരു പണി കിട്ടിയതല്ലേ, അതൊരു വഴിക്ക് നടന്നോട്ടോ. ഓ നടന്നോട്ടെ, ഞാൻ ലീവ് എടുത്തോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ബഹളത്തിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇന്ന് പാട്ട് വേണ്ട, കുട്ടികൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു കുറിപ്പ് കൊടുത്തയക്കാം. എന്നിട്ട് വൈകുന്നേരം നമുക്കൊന്നിരിക്കാം. താൻ സമാധാനായിട്ട് ചെല്ലേ. ഷിബു, അപ്പോൾ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോക ചക്രവർത്തിയിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? ആദ്യമായിട്ട് രാജാവിന്റെ സുഖഭോഗങ്ങളും വിനോദങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം അഹിംസാവാദിയായി. Let's begin. 1, 2, 3, 4, 5, 6, 7. എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചർ ഒരു കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യാവില്ലല്ലോ. ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ? അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ആംഗ്യ ഭാഷയിൽ. എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ? ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരം കളഞ്ഞ് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്? രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട്, മരങ്ങളുണ്ട്. കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ. അത് ശരി, നിങ്ങളൊക്കെ ആദ്യന്മാര്, നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട്. എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതിനപ്പുറം പറയും. ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലന്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു? മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഇതിലിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ. മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും. മറ്റ് ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല. കൈമൾ സാർ പറയണ പോലെ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ, നമുക്ക് പിരിയാം. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. എന്താ ചെയ്യ? എന്തായി സമയം? 8:30 മാമേ. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞേ സ്കൂള് വിട്ട അവന് നേരെ വീട്ടിൽ വന്നാലെന്താ? അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോൻ. വീടും വേണ്ട, വീട്ടുകാരും വേണ്ട. നേരം വെളുത്താ പാതിരയാവുന്നവരെ നടക്കും നാട്ടാരെ പിന്നാലെ. അതുവരെ എന്നെ ഈ ലോകവുമായി ബന്ധിപ്പിച്ച പ്രധാന കണ്ണികൾ എന്റെ മുത്തശ്ശിയും എന്റെ സഹോദരിയും. സഹോദരിയെ ഒരു നല്ല നിലയ്ക്ക് എത്തിച്ചിട്ട് വേണം എനിക്ക് എന്റെ ജീവിതം തുടങ്ങാൻ. അമ്മമ്മ ഉറങ്ങിയോ? എവിടെയായിരുന്നേടാ ഇതുവരെ? അത് അറിഞ്ഞില്ലേ, വേലായുധന്റെ അച്ഛന് ശ്വാസം മുട്ട് കൂടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഒന്ന് കാണാൻ പോയതാ. നാട്ടുകാരുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ നിനക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തി ചാവാൻ കിടക്കുക. അത് പോട്ടെ, പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ ഇവിടെ? അവളും ചാവാൻ കിടക്കുക. ഒന്ന് പോടാ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി കണ്ടിട്ട് വേണം എനിക്ക് സമാധാനായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. അമ്മമ്മക്ക് കണ്ണടക്കാൻ എന്താ ഇത്ര തിരക്ക്? ഞങ്ങളെയൊക്കെ നിരപ്പാക്കിയിട്ടേ അമ്മമ്മ ഇവിടെ നിന്ന് പോവും. മൗര്യ സാമ്രാജ്യത്തിന്
അതിശക്തമായ ഒരു സേനാ വിഭാഗമുണ്ടായിരുന്നു. പൗരാണിക സമ്പ്രദായം അനുസരിച്ച് മ്യൂസിക് ക്ലാസ് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ കാരണം മുറ്റത്ത് വെച്ച് ക്ലാസ് എടുക്കേണ്ടി വന്ന ടീച്ചറുടെ അവസ്ഥയിൽ എനിക്ക് കുറ്റബോധം തോന്നി. അത് വെറും കുറ്റബോധം മാത്രമായിരുന്നു. അല്ല, തുളസിക്കതിരിന്റെ പരിശുദ്ധിയുള്ള ആ മുഖം, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ സ്വരമാധുരി,